എന്റെ കുടുംബത്തിന്റെ മാനം തന്നെ അങ്ങ് പോയി. ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കരുത്. എടുക്കാനുള്ളൊക്കെ എടുത്തോ. അപ്പോഴേക്ക് അച്ഛൻ ഒരു പ്രധാന തീരുമാനം എടുത്തു കഴിഞ്ഞിരുന്നു. വീട്ടിൽ നിന്നും പടിയടച്ച് പിണ്ടം വെച്ചതുപോലെ എന്നെ ലണ്ടനിലേക്ക് പറഞ്ഞുവിടാൻ എല്ലാവരും കൂടി ചേർന്ന് തീരുമാനിച്ചു. മറ്റു മാർഗങ്ങളില്ലാത്തതുകൊണ്ട് എനിക്കത് അനുസരിക്കേണ്ടി വന്നു. നീലിമയുടെയും അവളുടെ കാമുകൻ ആദിയുടെയും വിവാഹം നടക്കാൻ ഒരാഴ്ച മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. എന്നാൽ വിവാഹത്തിന് മുൻപ് നീലിമയ്ക്ക് ആരോ ഒരാളുമായി കിടക്ക പങ്കിടേണ്ടി വന്നു. അവൻ ആരാണെന്നോ എന്താണെന്നോ പോലും നീലിമയ്ക്ക് അറിയില്ലായിരുന്നു. ലഹരി ബോധം മറച്ച ആ രാത്രിയിൽ അവളുടെ ജീവിതം തന്നെ മാറി മറിഞ്ഞു. ഒരാഴ്ചയിൽ എൻഗേജ്മെന്റ് വെച്ചിട്ട് എന്ത് വലിയ പാപോ ഞാൻ എന്റെ ആദിയോട് ചെയ്തത്. ആരോ വാതിലിൽ ശക്തമായി ഇടിക്കുന്നത് കേട്ട് ഞെട്ടിയ നീലിമ തന്റെ വസ്ത്രങ്ങൾ വാരിയെടുത്ത് ധരിച്ച ശേഷം അവൾ വാതിൽ തുറന്നു. എന്നാൽ അവൾക്ക് മുൻപിൽ നിന്നിരുന്നത് നീലിമയുടെ പ്രതിശ്രുത വരൻ ആദിയായിരുന്നു. നിന്നെ പോലെ ഒരുത്തിയാണല്ലോ ഞാൻ ഇത്രയും കാലം പ്രാണനെ പോലെ സ്നേഹിച്ചത്. എന്റെ ജീവിതം ഇല്ലാതാക്കിയ ആ ഒരുത്തൻ ആരാണ്? അവനിപ്പോ എവിടെയാണ്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എന്നായാലും എനിക്ക് അറിയുക തന്നെ വേണം. നീലിമ കാത്തിരുന്ന ആ ഒരാൾ അവനായിരുന്നു സിദ്ധാർത്ഥ്. അന്നത്തെ രാത്രിയിൽ നീലിമയുടെ ജീവിതത്തിൽ ക്ഷണിക്കപ്പെടാതെ അതിഥിയായി വന്ന സിദ്ധാർത്ഥ് വൈകിയാണെങ്കിലും അയാൾ ചെയ്ത തെറ്റ് തിരിച്ചറിഞ്ഞിരുന്നു. ആ രാത്രിയിൽ തനിക്കൊപ്പം ചെലവഴിച്ച പെൺകുട്ടിയുടെ മുഖം പോലും അവന് ഓർമ്മയുണ്ടായിരുന്നില്ല. പക്ഷേ താൻ ചെയ്തത് പൊറുക്കാനാകാത്ത തെറ്റാണെന്ന ചിന്ത അവനെ ഇന്നും വേട്ടയാടുന്നു. ലഹരിക്ക് അടിമപ്പെട്ട് തിരുത്താനാകാത്തൊരു തെറ്റ് ചെയ്തിട്ട് 5 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇന്നും എനിക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല. കുടിച്ചത് കൂടിപ്പോയി എന്നത് ഒരു പെൺകുട്ടിയോട് അങ്ങനെ ചെയ്യാനുള്ള ലൈസൻസ് അല്ല എന്നെനിക്കറിയാം. ഇന്ന് എന്നെ കാണുമ്പോൾ എനിക്ക് തന്നെ വെറുപ്പ് തോന്നുന്നു. ഈ ലോകത്തെവിടെയാണെങ്കിലും അവളെ കണ്ടുപിടിച്ച് മാപ്പ് ചോദിക്കണം. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ അവൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം. പക്ഷേ ഇപ്പൊ അവൾ എവിടെയായിരിക്കും? സിദ്ധാർത്ഥ് പറഞ്ഞതുപോലെ നീണ്ട 5 വർഷങ്ങൾ അപ്പോഴേക്കും കടന്നുപോയിരുന്നു. നീലിമയുടെ ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. അന്നത്തെ രാത്രിയിൽ നടന്ന ചതിയുടെ സമ്മാനമായി നീലിമയ്ക്കൊരു മകൻ ജനിച്ചിരുന്നു, അശ്വിൻ എന്ന അച്ചു. അച്ചുവിന് ഇന്ന് 4 വയസ്സാകുന്നു. കുസൃതി കുടുക്കയായ അവനാണ് നീലിമയുടെ സ്ട്രെസ് ബസ്റ്റർ. ഒരു ദിവസം അച്ചുവിന്റെ കുസൃതികൾക്ക് പിറകെ ഓടുമ്പോഴാണ് അവളെ തേടി ആ ഫോൺ കോൾ എത്തിയത്. ഫോണിൽ തെളിഞ്ഞ പേര് കണ്ട് നീലിമയുടെ മുഖം ചുവന്നു. ആരായിരുന്നു അത്? എന്താണ് നീലിമയെ വിളിക്കുന്ന ആ ഒരാൾക്ക് പറയാനുണ്ടായിരുന്നത്? എന്തുകൊണ്ടാണ് ഫോൺ എടുക്കാൻ നീലിമ മടിക്കുന്നത്? ഞാൻ ജീവനോടെയുള്ള കാര്യം അച്ഛൻ ഓർമ്മയുണ്ടോ? പതിവില്ലാതെ കോള് കണ്ടുകൊണ്ട് ചോദിച്ചതാ. ഞാൻ വിളിച്ചത് നിന്റെ അനിയത്തിയുടെ കല്യാണം ക്ഷണിക്കാനാ. വരനെ നിനക്ക് നന്നായിട്ട് അറിയാം. വേറെ ആരുമല്ല, നമ്മുടെ ആദ്യ തന്നെ. എന്തൊക്കെ സംഭവിച്ചാലും ഈ കല്യാണത്തിന് ഞാൻ വരില്ല. ഞങ്ങൾക്കാർക്കും വേണ്ടിയല്ല, നിന്റെ മുത്തശ്ശിക്ക് വേണ്ടി നീ വരണം. പറ്റില്ല എന്നാണെങ്കിൽ ശരി, അത് നിന്റെ ഇഷ്ടം. തന്റെ ജീവിതം തകർത്ത അഞ്ജലിയുടെ വിവാഹത്തിന് പോകണ്ട എന്ന് നീലിമ ആദ്യം കരുതിയെങ്കിലും നീലിമ അറിയേണ്ട ഒരു രഹസ്യം സമയമാകുമ്പോൾ പറഞ്ഞു തരാമെന്ന് മുത്തശ്ശി മുൻപ് പറഞ്ഞിട്ടുള്ള വാക്കുകൾ അവളെ തീരുമാനം മാറ്റാൻ പ്രേരിപ്പിച്ചു. എന്തായിരിക്കും മുത്തശ്ശി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ആ രഹസ്യം? അതറിയണമെങ്കിൽ മുത്തശ്ശി എത്രയും വേഗം കാണണം. ഒടുവിൽ മകൻ അശ്വിനൊപ്പം ഇന്ത്യയിലേക്ക് പോകാൻ അവൾ തീരുമാനിക്കുന്നു. അമ്മേ, എനിക്കൊന്ന് വാഷ്റൂം പോണം. വേഗം പോയിട്ട് വരണം കേട്ടോ. ഇതൊന്നും കേട്ടിട്ട് ഞാൻ പേടിക്കില്ലെന്ന് കേശവന്മാരെ വിളിച്ച് പറഞ്ഞേക്ക്. ഒരുപാട് ശത്രുക്കളെ ഫേസ് ചെയ്തിട്ട് തന്നെയാ ഞാൻ ഈ സാമ്രാജ്യം കെട്ടിപ്പൊക്കിയത്. അത് മുന്നോട്ട് കൊണ്ടുപോവാനും ഈ സിദ്ധാർത്ഥന് അറിയാം. അവന്മാരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാൻ പറ. രക്തത്തെ തിരിച്ചറിയുന്ന നിമിഷങ്ങളായിരുന്നു അത്. അവൻ പോലും അറിയാതെ ആ വാക്കുകൾ അച്ചുവിൽ നിന്നും പുറത്തേക്ക് വന്നു.
മോനെന്തെങ്കിലും പറഞ്ഞു? എന്റെ അച്ഛനല്ലേ? എനിക്കറിയാം എന്റെ അച്ഛൻ തന്നെയാണെന്ന്. അച്ഛാ, ഞാൻ നിന്റെ അച്ഛനല്ല. കള്ളം പറയണ്ട, ഇത് തന്നെ എന്റെ അച്ഛൻ. നിനക്ക് ഞാൻ പറഞ്ഞാ മനസ്സിലാവില്ലേ? സത്യം പറ, എന്നോട് ഇങ്ങനെ വന്ന് പറയാൻ ആരാ നിന്നെ പറഞ്ഞയച്ചത്? എന്റെ അച്ഛൻ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്? അമ്മേ, ദേ അച്ഛൻ. സോറി സാർ, മോൻ അറിയാതെ പറഞ്ഞു പോയതാ. മോൻ വാ, നമുക്ക് പോ. വാ. സത്യം പറഞ്ഞോ, ആരാ നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? എന്റെ ഇമേജ് സ്പോയിൽ ചെയ്യാൻ എത്ര രൂപ തരാന്ന് അവർ ഓഫർ ചെയ്തത്? ഇനി എന്താ നിങ്ങളുടെ അടുത്ത പരിപാടി? മീഡിയയുടെ മുന്നിൽ പ്രഹസനമാണോ? അതാണല്ലോ ഇപ്പോഴത്തെ ഫാഷൻ. ഇങ്ങനെ കാശുണ്ടാക്കിയിട്ടാണോ നീ നിന്റെ മോനെ വളർത്തുന്നത്? അല്ല, ശരിക്കും ഇവൻ നിന്റെ മോൻ തന്നെയാണോ? ഞാൻ ആരാണെന്ന് നിനക്ക് ശരിക്കും അറിയില്ല. താൻ ആരായാലും എനിക്കെന്താടോ? സ്ത്രീകളോടും കുട്ടികളോടും ആദ്യം മര്യാദയ്ക്ക് സംസാരിക്കാൻ പഠിക്കേ. ഇതൊന്നും തന്റെ വീട്ടിൽ പഠിപ്പിച്ചു തന്നിട്ടില്ലേ? എന്റെ വീട്ടിൽ പഠിപ്പിച്ചതൊക്കെ അവിടെ ഇരിക്കട്ടെ. അല്ല, സ്വന്തം കുട്ടിക്ക് അച്ഛൻ ആരാണെന്ന് ഇതുവരെ പറഞ്ഞു കൊടുത്തിട്ടില്ലേ? അതോ നിനക്ക് തന്നെ അറിയില്ലേ ഈ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന്? ശരിയാ മിസ്റ്റർ, എനിക്കെന്റെ മകന്റെ അച്ഛൻ ആരാണെന്ന് അറിയില്ല. പക്ഷേ ഞാൻ എന്റെ മോനോട് ഒന്ന് പറഞ്ഞോളാം, നിന്നെപ്പോലൊരാളല്ല അവന്റെ അച്ഛനെന്ന്. ഒരു അപരിചിതൻ തന്റെ മുഖത്ത് നോക്കി അങ്ങനെയൊക്കെ പറഞ്ഞത് അവളുടെ മനസ്സിനെ കുറച്ചൊന്നുമല്ല വേദനിപ്പിച്ചത്. നീലിമയുടെ മറുപടി സിദ്ധാർത്ഥിനെ ശരിക്കും വിഷമിപ്പിച്ചു. അച്ചു വാഷ്റൂമിൽ മറന്നുവെച്ച റുബിക്സ് ക്യൂബ് കണ്ടതോടുകൂടി അങ്ങനെയൊരു ചോദ്യം അവളോട് ചോദിക്കേണ്ടായിരുന്നു എന്ന് സിദ്ധാർത്ഥിന് തോന്നി. ബിസിനസ് എതിരാളികളുടെ എന്തോ പ്ലാനിംഗ് ആണെന്ന് കരുതിയ പെട്ടെന്ന് ആ കുഞ്ഞിനോട് അങ്ങനെയൊക്കെ പറഞ്ഞു പോയത്. ഞാൻ ചെയ്തത് പൊറുക്കാനാവാത്ത തെറ്റ് തന്നെയാ. അവൻ കാണുക തന്നെ അവന്റെ അമ്മയോട് മാപ്പ് ചോദിക്കണം. ലഗേജൊക്കെ കളക്ട് ചെയ്ത് എയർപോർട്ടിൽ നിന്നും പുറത്തു വന്ന നീലിമയെ തന്റെ മുന്നിൽ കണ്ട കാഴ്ച വല്ലാതെ അസ്വസ്ഥയാക്കി. നീലിമയെ കൂട്ടിക്കൊണ്ടുപോകാൻ എത്തിയിരിക്കുന്നത് അഞ്ജലിയും ആദിയുമായിരുന്നു. നീലിമയ്ക്ക് അവരോടൊപ്പം പോകാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. വർഷങ്ങൾക്ക് മുൻപുള്ള ആ രാത്രി നീലിമയെ ആ പാർട്ടിക്ക് കൂട്ടിക്കൊണ്ടുവന്നത് അഞ്ജലിയായിരുന്നു. അഞ്ജലി നീലിമയുടെ രണ്ടാനമ്മയിൽ അവളുടെ അച്ഛനുണ്ടായ അവളുടെ സഹോദരി. ചേച്ചി, ഒരു ഡ്രിങ്ക്സ് എടുക്കട്ടെ? വേണ്ട, എന്നാലൊരു സോഫ്റ്റ് ഡ്രിങ്ക് ആയാലോ? ഹോട്ടലിൽ നടന്ന പാർട്ടിയിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞ് ലഹരി കലർത്തിയൊരു പാനീയം നീലിമയ്ക്ക് കൊടുത്തതും ബോധം പോയ നീലിമയെ അവളെപ്പോലെ തന്നെ ബോധമില്ലാതെ കിടക്കുകയായിരുന്ന ഏതോ ഒരുത്തന്റെ മുറിയിലേക്ക് തള്ളിയിട്ടതും അഞ്ജലിയായിരുന്നു. തങ്ങളെക്കാൾ വലിയൊരു പണക്കാരനെയാണ് നീലിമ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്നറിഞ്ഞപ്പോൾ മുതൽ ശ്വാസം മുട്ടിയാണ് അഞ്ജലിയും അവളുടെ അമ്മ സത്യഭാമയും അഞ്ജലിയുടെ വീട്ടിൽ കഴിഞ്ഞിരുന്നത്. ആദിയുടെയും നീലിമയുടെയും വിവാഹം നടത്തരുതെന്ന് അവർ അന്ന് തന്നെ ഉറപ്പിച്ചിരുന്നു. അതിനായി അമ്മയും മകളും ചേർന്നുണ്ടാക്കിയ പ്ലാനാണ് അവർ കരുതിയതിനേക്കാളും വലിയ രീതിയിൽ ഇപ്പോൾ സക്സസ് ആയിരിക്കുന്നത്. എങ്ങനെയുണ്ട് മോനെ? ഗംഭീരായിട്ടുണ്ട്. ചേച്ചി, ചേച്ചി നമ്മളെ എല്ലാരും ചതിച്ചു. അയ്യോ പാവം, ഈ ആദ്യം ചതിച്ചു. എന്താ നീ പറയുന്നേ? നിങ്ങൾ വാ, എന്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാം. നീലിമ രാത്രിയിൽ ആരുടെയോ കൂടെ ഹോട്ടലിൽ ചിലവഴിച്ചു എന്ന് അഞ്ജലി പറഞ്ഞതനുസരിച്ചാണ് ആദിയും വാസുദേവനും രാവിലെ തന്നെ ഹോട്ടൽ മുറിയിലേക്ക് എത്തുന്നത്. ലിഫ്റ്റ് വരെ ലേറ്റോ? സ്റ്റെപ്പ് കയറി പോവാം, വാ. ആദിയുമായി കോറിഡോറിലേക്ക് അവർ ഓടിയെത്തുമ്പോഴാണ് അഞ്ജലി പറഞ്ഞ നീലിമയുടെ മുറിയിൽ നിന്നും ഷർട്ട് ധരിച്ചുകൊണ്ടൊരു യുവാവ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് അവർ കണ്ടത്. അതാരാണെന്നറിയാൻ ആദി ആ യുവാവിന്റെ പുറകെ പോയെങ്കിലും അപ്പോഴേക്കും അയാൾ ലിഫ്റ്റിൽ കയറിപ്പോയിരുന്നു. അതുകൊണ്ട് തന്നെ ആ യുവാവ് ആരാണെന്നറിയാൻ അവർക്കാർക്കും കഴിഞ്ഞില്ല. ഒരുപക്ഷെ അവിടെ വെച്ച് ആ യുവാവിനെ കണ്ടില്ലായിരുന്നുവെങ്കിൽ അഞ്ജലിയുടെ ഈ പ്ലാൻ തന്നെ നടന്നു എന്ന് വരില്ലായിരുന്നു. നീലിമയുടെ കണ്ണുനീരിനു മുമ്പിൽ അവൾ പറഞ്ഞതെല്ലാം ആദി വിശ്വസിച്ചേനെ. എന്നാൽ വിധി അവിടെയും അഞ്ജലിക്കൊപ്പം നിന്നു. പിന്നീട് നടന്നതെല്ലാം അഞ്ജലിയും സത്യഭാമയും പ്ലാൻ ചെയ്തതുപോലെ തന്നെയായിരുന്നു. താൻ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന നീലിമ തന്നെ ചതിച്ചത് ഉൾക്കൊള്ളാൻ സാധിക്കാതിരുന്ന ആദിയെ ആശ്വസിപ്പിക്കാൻ എന്ന മട്ടിൽ അഞ്ജലി ഒപ്പം കൂടി. ആദിയെ സ്വന്തമാക്കുക എന്നതായിരുന്നു അവളുടെ ലക്ഷ്യം. ഓ മതി, ഒന്ന് നിർത്താവോ?
ഈ ഒരുമ്പെട്ടവള് കാരണം എന്റെ കുടുംബത്തിന്റെ മാനം തന്നെ അങ്ങ് പോയി. അച്ഛാ, ഞാൻ കാരണം എന്റെ ആദിയുടെയും കുടുംബത്തിൽ സമാധാനം ഇല്ലാതായെന്നും പറഞ്ഞ് എന്റെ കുടുംബം ഒന്നാകെ എന്നെ വേദനിപ്പിച്ചോണ്ടേയിരുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഒരു പെണ്ണിന് മറ്റൊരു പെണ്ണായിരിക്കും ശത്രു എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. എന്നാ സന്തോഷത്തോടെ പോവുകയായിരുന്ന എന്റെ ആദിയുടെയും ജീവിതം തകർക്കാൻ എന്റെ സഹോദരി തന്നെ വരുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല. അതേസമയം ഒന്നും നടന്നിട്ടില്ലാത്തതുപോലെ അഞ്ജലി നിഷ്കളങ്ക ഭാവത്തിൽ അച്ചുവിനെ കൊഞ്ചിക്കാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ നീലിമയുടെ ദേഷ്യം ഇരട്ടിയായി. എന്റെ മോന്റെ അടുത്ത് നിന്റെ അഭിനയൊന്നും വേണ്ട. അയ്യോ ചേച്ചി, എന്തൊക്കെയാ പറയുന്നേ? നീ നേടണമെന്ന് കരുതിയതൊക്കെ നിനക്ക് കിട്ടിയില്ലേ? ഞാൻ നിന്റെ കല്യാണം കൂടാൻ വന്നൊന്നുമല്ല. അയ്യോ, എനിക്ക് എന്റെ മുത്തശ്ശി ഒന്ന് കാണണം, അത്രേ ഉള്ളൂ. അയ്യോ, ആദ്യം ഇത് കേട്ടോ? ഞാൻ ചേച്ചി ചേച്ചി എന്ന് വിളിച്ച് സ്നേഹിച്ചിട്ട് പറഞ്ഞത് കേട്ടില്ലേ? ആദ്യക്ക് ഞാൻ അഭിനയിക്കുകയാണെന്ന് തോന്നുന്നുണ്ടോ? നീ എന്താ നിന്നെ കുറിച്ച് കരുതി വെച്ചിരിക്കുന്നത്? കല്യാണം കഴിക്കാതെ ഒരു കുട്ടിയുമായിട്ട് വന്ന നിന്നേക്കാളും 1000 മടങ്ങും മിടുക്കി തന്നെയാ അഞ്ജലി. നീ എന്നോട് ചെയ്ത പോലൊന്നും ഒരു കാലത്തും ഇവളെന്നോട് ചെയ്യില്ല. ആദി പറഞ്ഞ വാക്കുകളുടെ അർത്ഥം മനസ്സിലായില്ലെങ്കിലും അയാൾ തന്റെ അമ്മയെ വഴക്കു പറഞ്ഞതാണെന്ന് അച്ചുവിന് മനസ്സിലായി. എന്റെ അമ്മയുടെ മര്യാദയ്ക്ക് സംസാരിക്കണം. എനിക്ക് എന്തായാലും നല്ല പഠിപ്പാ കുഞ്ഞിനെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതെങ്ങനെയാ? പിഴച്ചു പെറ്റവന്റെ വായിന്ന് പിഴച്ച വർത്താനല്ലേ വരൂ. ആദി ഇത് പറഞ്ഞു തീർന്നതും നീലിമയുടെ കൈ അവന്റെ കരണം പൊളിച്ചിരുന്നു. എയർപോർട്ടിൽ അത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച് ലഭിച്ച ആ അടി അവന് വലിയ നാണക്കേടുണ്ടാക്കി. വികാരാധീനനായി നീലിമയെ തിരിച്ചടിക്കാൻ ചെന്ന ആദിയുടെ മുൻപിലേക്ക് തന്റെ അമ്മയെ രക്ഷിക്കാൻ പാഞ്ഞു ചെന്ന അച്ചുവിനെ ആദി വലിച്ചെറിഞ്ഞു. എന്നാൽ രക്ഷകനായ ഒരു കൈ നിലത്ത് വീഴാതെ അച്ചുവിനെ താങ്ങി നിർത്തി. ആ കൈകൾ മറ്റാരുടേതുമായിരുന്നില്ല, സിദ്ധാർത്ഥിന്റേതായിരുന്നു. ഒരുപക്ഷെ കാലം കാത്തുവെച്ച മുഹൂർത്തമായിരുന്നിരിക്കണമിത്. മറന്നുവെച്ച റുബിക്സ് ക്യൂബ് അച്ചുവിന് തിരിച്ചു കൊടുത്ത സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ ആദിക്കരികിലേക്ക് ചെന്ന് അവനെ കുത്തിനു പിടിച്ചു. ഇത് കണ്ട നീലിമയും അഞ്ജലിയും ഒരുപോലെ ഞെട്ടി. എന്റെ മകന്റെ ദേഹത്ത് കൈവയ്ക്കുന്നോടാ. സ്ത്രീകളോടും കുട്ടികളോടും എങ്ങനെയാ പെരുമാറേണ്ടെന്ന് നിന്റെ വീട്ടിൽ പഠിപ്പിച്ചു തന്നിട്ടില്ല. കുറച്ചു മുമ്പ് വാഷ്റൂമിൽ വെച്ച് തന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞ ആള് തന്നെയാണോ ഇതെന്ന് നീലിമയ്ക്ക് സംശയം തോന്നി. അപ്പോഴേക്കും അവിടേക്ക് ഓടിയെത്തിയ സിദ്ധാർത്ഥിന്റെ ബോഡി ഗാർഡ്സ് ആദ്യ ഒരടി മുന്നോട്ട് വെക്കാനാകാത്ത വിധത്തിൽ തടഞ്ഞു നിർത്തി. അവരുടെ ബലിഷ്ഠമായ കരങ്ങളിൽ ഒന്നനങ്ങാൻ പോലും ആവാതെ ആദി നിന്നു. അഞ്ജലിയുടെ ഒരുപാട് നേരത്തെ അപേക്ഷകൾക്കൊടുവിൽ ആദിയെ റിലീസ് ചെയ്യാൻ സിദ്ധാർത്ഥ് അവർക്ക് നിർദ്ദേശം നൽകി. മോളെ, നിന്നോട് മോനെയും കൊണ്ട് അവിടെ വെയിറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലേ. അതിനിടയില് നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഇതുപോലെയുള്ള ആൾക്കാരുമായിട്ടൊക്കെ നീ എന്തിനാ വഴക്കുണ്ടാക്കി സമയം കളയുന്നത്? മോനെ, ശരി, വിട്ടേക്ക്. വാ മോനെ, ആ ബാഗ് എടുത്തേക്ക്. തന്റെ കൺമുമ്പിൽ നടക്കുന്നത് എന്താണെന്ന് നീലിമയ്ക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഒരു അപരിചിതൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? തന്റെ മുൻപിൽ മറ്റു വഴികളൊന്നുമില്ലാത്തതിനാൽ സിദ്ധാർത്ഥിന്റെ കൂടെ പോകാൻ നീലിമ തീരുമാനിച്ചു. സിദ്ധാർത്ഥ് അച്ചുവിനെയും നീലിമയെയും തന്റെ ലിമിറ്റഡ് എഡിഷൻ കാറിൽ കൊണ്ടുപോകുന്നത് അഞ്ജലി അസൂയയോടെ നോക്കി നിന്നു. ഇത് സുധാകരൻ, വാസുദേവന്റെ സുഹൃത്താണ്. പ്രായം 50 കഴിഞ്ഞ് മുടിയെല്ലാം പോയെങ്കിലും വിഗ് വെച്ച് ചെറുപ്പക്കാരനായിട്ടാണ് നടപ്പ്. വിദേശത്തു നിന്നും വരുന്ന നീലിമയെ സുധാകരന് വിവാഹം ചെയ്തു കൊടുക്കാമെന്ന് വാക്ക് കൊടുത്തിരിക്കുകയാണ് വാസുദേവൻ. നീലിമ എവിടെ? എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാ? അവളും അവളുടെ ആ നശിച്ച ചെറുക്കനും കൂടി എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. കൂടെ ഇതൊരു വലിയ പണക്കാരനും വന്നിട്ടുണ്ട്. ആദ്യം ഞാൻ കരുതിയത് അവള് വളച്ചെടുത്ത് ഏതോ പുതിയ ആളാണെന്നാ. പക്ഷേ അവളുടെ ആ പിഴച്ച കൊച്ച് അവനെ അച്ചാന്നാ വിളിച്ചത്. അതവളുടെ ഹസ്ബൻഡ് ആണെന്നാ തോന്നുന്നേ. എന്താ എന്താ പറഞ്ഞേ? ഹസ്ബൻഡോ? ടെൻഷൻ ആവാതെ സുധാകര, എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കും. എങ്ങനെ? നിന്റെ മൂത്ത മകള് ഫോറിനിൽ നിന്ന് വരുമ്പോ എനിക്ക് കെട്ടിച്ചു തരാന്ന് പറഞ്ഞല്ലേ നീ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? ആ ഉറപ്പിന്റെ പുറത്തല്ലേ നീ പറഞ്ഞ എല്ലാ ഇൻവെസ്റ്റ്മെന്റും നിന്റെ പേരിൽ ചെയ്തത്? എന്നിട്ട് എന്നെ ചതിക്കാനാണോ പ്ലാൻ? നീ പേടിക്കണ്ട സുധാകര, നിനക്ക് ഞാനൊരു വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കും. നീലിമ നിനക്കുള്ളത് തന്നെയാണ്. അവളുടെ മുത്തശ്ശിയെ കാണാൻ പോയതായിരിക്കും.
മുത്തശ്ശിയുടെ അടുത്തേക്കോ? ഇനി ആ കിളവി നീലിമയുടെ രഹസ്യങ്ങളൊക്കെ തുറന്നു പറയൂ. അയ്യോ, പിന്നെ എന്തായിരിക്കും നമ്മുടെ ഗതി? അയ്യോ, നീ പേടിക്കണ്ട. ആ കിളവിയുടെ വായിന്ന് എന്തെങ്കിലും പുറത്തു വന്നാ നിന്റെ അച്ഛൻ ആരാണെന്ന് ശരിക്കും അവരറിയും. നീലിമയുടെ അമ്മയ്ക്ക് സംഭവിച്ചത് നീലിമയ്ക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ആ കിളവിയെല്ലാം രഹസ്യമായിട്ട് തന്നെ വെക്കും. മോനൊരു കാര്യം ചെയ്യും, അഞ്ജലിയുമായി അവിടെ ചെന്ന് വേറെന്തെങ്കിലും പറഞ്ഞ് അവളെ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് കൂട്ടിക്കൊണ്ടുവരണം. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. വാസുദേവൻ പറഞ്ഞത് കേട്ട് ആദിയും അഞ്ജലിയും നീലിമയെ കൂട്ടിക്കൊണ്ടുവരാൻ അവിടെ നിന്നും ഇറങ്ങി. എന്നാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ആദിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. എന്താണ് അഞ്ജലി പറഞ്ഞ് മുത്തശ്ശിക്ക് മാത്രം അറിയാവുന്ന ആ രഹസ്യം? അത് നീലിമയെ അറിഞ്ഞാൽ എന്താവും സംഭവിക്കുക? നീലിമയുടെ അമ്മയ്ക്ക് ശരിക്കും എന്താണ് സംഭവിച്ചത്? മുത്തശ്ശിയുടെ വീട്ടിൽ നീലിമയെയും അച്ചുവിനെയും ഡ്രോപ്പ് ചെയ്യുന്ന സിദ്ധാർത്ഥ്. അച്ചു വാ. തന്റെ കൺമുമ്പിൽ നിൽക്കുന്നത് സ്വന്തം മകനാണെന്ന സത്യം മനസ്സിലാക്കാതെ അവിടെ നിന്നും മടങ്ങുന്ന സിദ്ധാർത്ഥ്. 5 വർഷങ്ങൾ കഴിഞ്ഞാണ് നീലിമ തന്റെ മുത്തശ്ശി മാധവിയെ കാണുന്നത്. കണ്ടയുടനെ തന്നെ മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് നീലിമ ഒരുപാട് കരഞ്ഞു. മാധവി നീലിമയുടെ അമ്മയുടെ അമ്മയാണ്. തന്റെ ഉള്ളിലെ സ്നേഹം മുഴുവൻ കൊടുത്തിട്ടാണ് അവർ നീലിമയെ വളർത്തിയത്. പക്ഷേ വാസുദേവനെ പേടിച്ച് പലതും നീലിമയോട് തുറന്നു പറയാൻ മുത്തശ്ശിക്ക് കഴിഞ്ഞിരുന്നില്ല. തന്റെ പേരക്കുട്ടിയെ അന്നാദ്യമായിട്ടായിരുന്നു മുത്തശ്ശി നേരിൽ കാണുന്നത്. മുത്തശ്ശിയുടെ ഉള്ളിലെ സ്നേഹം മുഴുവൻ അണ പൊട്ടിയൊഴുകി. മോനെ, നീലിമയെക്കുറിച്ചുള്ള രഹസ്യം എന്നെങ്കിലും ഒരു നാൾ തുറന്നു പറയാൻ വേണ്ടി മുത്തശ്ശി മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. മുത്തശ്ശിയെ കണ്ട നീലിമയ്ക്ക് മനസ്സിന് ചെറിയൊരാശ്വാസം തോന്നി. തന്റെ തറവാട്ടിലെ ഭൂതകാല സ്മരണകളിലേക്ക് അവളുടെ മനസ്സറിയാതെ സഞ്ചരിച്ചു. അപ്പോഴേക്കും ആദിയോടൊപ്പം അഞ്ജലി അവിടെ എത്തിയിരുന്നു. മുത്തശ്ശിയുടെ മുൻപിലേക്ക് വന്ന അഞ്ജലി പുതിയ നാടകത്തിനുള്ള കളമൊരുക്കുകയായിരുന്നു. കൃത്രിമ സ്നേഹത്തോടുകൂടി അവൾ മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചു. എത്ര നാളായി കണ്ടിട്ട്, സുഖമായിട്ടിരിക്കുന്നില്ലേ? ആദിയെയും അഞ്ജലിയെയും അവിടെ കണ്ട നീലിമയ്ക്ക് ദേഷ്യം ഇരട്ടിച്ചുവെങ്കിലും അവൾ ഒന്നും മിണ്ടാതെ അവിടെ നിന്നു. എയർപോർട്ടിൽ നടന്നതൊക്കെ ഇവൾ ഇത്ര പെട്ടെന്ന് മറന്നോ? നാശങ്ങള് ഒന്ന് ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ അല്പ സമാധാനം കിട്ടിയേനെ. ചേച്ചി ശരിയാക്കി തരുന്നുണ്ട്. ചേച്ചി എന്താ നേരെ ഇങ്ങോട്ട് വന്നേ? അച്ഛൻ ചേച്ചിയെ കാണാതെ അവിടെ കാത്തിരിക്കുക. ഒന്ന് വന്ന് കണ്ടിട്ട് പോയിക്കൂടെ? ഒന്നും അല്ലെങ്കിലും പ്രായമായിട്ടുള്ള ഒരാളല്ലേ ചേച്ചി. എവിടെ ചേച്ചിയുടെ ഹസ്ബൻഡ് എവിടെയെന്ന്? ഹസ്ബൻഡോ? അതേ മുത്തശ്ശി, ആ ചേട്ടനല്ലേ ചേച്ചി എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തത്? ഹസ്ബൻഡ് ആണോ മോളെ നിന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് പോയത്? അതെ മുത്തശ്ശി, അതാ എന്റെ അച്ഛൻ. പിന്നെ വരാന്ന് പറഞ്ഞിട്ട് അച്ഛൻ പോയത്. കണ്ടില്ലേ, നമ്മളെല്ലാവരും ചേച്ചിയുടെ നല്ലതല്ലേ ആഗ്രഹിക്കുന്നേ. ചേച്ചിക്ക് നമ്മളെ കുറിച്ച് യാതൊരു ചിന്തയില്ല. ചേച്ചി കല്യാണം കഴിച്ചതോ പറഞ്ഞില്ല. അത് പോട്ടെ മുത്തശ്ശി, ഇത്രയും വർഷം കഴിഞ്ഞ് നാട്ടിലേക്ക് വരുന്ന മോളെ ഒന്ന് കാണണമെന്ന് നമ്മുടെ അച്ഛനും ആഗ്രഹം കാണില്ലേ ചേച്ചി? അതിനു വേണ്ടിയെങ്കിലും ഒന്ന് അങ്ങോട്ട് വന്നൂടെ ചേച്ചി? നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. മുത്തശ്ശി ഒന്ന് പറഞ്ഞു കൊടുക്കും മുത്തശ്ശി. ഇത്രയും വർഷം കാണാത്തതുകൊണ്ട് അച്ഛൻ ചിലപ്പോ എല്ലാം മറന്നു കാണും. എന്ത് നടക്കുമെന്നറിയില്ലെങ്കിലും ഇവരുടെ കൂടെ പോയി നോക്കുന്നതാ നല്ലത്. നിന്റെ ജീവിതത്തിൽ നല്ലതൊന്നും നടക്കാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. നീ വീട്ടിലോട്ട് വാടി. അച്ഛന്റെ പ്ലാനൊക്കെ മുന്നിൽ നിന്ന് നടത്തുന്നത് ഈ ഞാനായിരിക്കും. പോവാ പ്ലീസ്, വാ ചേച്ചി. എന്റെ മുന്നിൽ വെച്ച് എന്തൊക്കെ കളത്തരങ്ങളാണ് അഞ്ജലി പറഞ്ഞത്. ഇവരെല്ലാവരും ചേർന്ന് നീലിമയോട് എന്തോ ദ്രോഹം ചെയ്തിട്ടുണ്ട്. എന്തായിരിക്കും അത്? ഇനി ഞാനും നീലിമയെ മനസ്സിലാക്കാതെയാണോ അവളോട് അങ്ങനെയൊക്കെ പെരുമാറിയത്? താൻ എത്തിപ്പെടാൻ പോകുന്നത് വലിയൊരു അപകടത്തിലേക്കാണെന്ന് മനസ്സിലാക്കാതെ മുത്തശ്ശിയോട് യാത്ര പറഞ്ഞ് അഞ്ജലിയോടൊപ്പം പോകാൻ നീലിമ തീരുമാനിച്ചു. താൻ വിരിച്ച വലയിൽ തന്നെ നീലിമ വന്നു വീണ സന്തോഷത്തിൽ അഞ്ജലി നീലിമയെയും കൂട്ടി കാറിനടുത്തേക്ക് നടന്നു. എന്നാൽ ആദി ആകെ ആശയക്കുഴപ്പത്തിലായിരുന്നു. നീലിമ അതിന് മറുപടി പറയാൻ തുടങ്ങിയപ്പോഴേക്കും അഞ്ജലി അവിടേക്ക് ഓടി വന്നു. അതെ, നീ ഇവിടെ നിൽക്കുമായിരുന്നോ? ഞാൻ എവിടെയെല്ലാം നോക്കി. അഞ്ജലി കിതയ്ക്കുന്നുണ്ടായിരുന്നു. എന്താ അഞ്ജലി, ഇങ്ങനെ ഓടി വരാൻ മാത്രം ഇവിടെ എന്ത് സംഭവിച്ചു? ഓ, ഞാൻ ആദ്യോടെ എന്തെങ്കിലും തുറന്നു പറഞ്ഞാൽ നിന്റെ മുഖം മൂടി അഴിഞ്ഞു പോവുമല്ലോ അല്ലേ? നീലിമ പരിഹാസത്തോടെ ചോദിച്ചു.
അത് കേട്ട് അഞ്ജലിയുടെ മുഖം വിളറിപ്പോയി. നീലിമ അത്രയും പറഞ്ഞിട്ട് അകത്തേക്ക് പോയി. ആദിയും അഞ്ജലിയും ഗാർഡനിൽ തന്നെ നിന്നു. നീ എന്താ ആദി അവളോട് ചോദിച്ചത്? അഞ്ജലി ചോദിച്ചു. ഏയ്, അന്ന് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമായിരുന്നു. അതൊക്കെ ഇനി എന്തിനാ അന്വേഷിക്കുന്നത്? ആദി മിണ്ടിയില്ല. ആദി, നമ്മുടെ വിവാഹ നിശ്ചയം ഉടനെ കാണുമെന്ന് അച്ഛൻ പറഞ്ഞ. നിന്റെ വീട്ടില് ഈ കാര്യം സംസാരിക്കാൻ അച്ഛൻ പോകുന്നുണ്ടത്രേ. നന്നായി. ആദ്യ ഒരു ഒഴുക്കൻ മട്ടിലാണ് മറുപടി പറഞ്ഞത്. അവന്റെ മനസ്സിൽ നീലിമയോട് ഇപ്പോഴും ഒരു സോഫ്റ്റ് കോർണർ ഉള്ളതുപോലെ അഞ്ജലിക്കിപ്പോൾ തോന്നി. എന്തായാലും നീലിമ ഇവിടെ ഉള്ളപ്പോൾ തന്നെ ആദ്യമായുള്ള തന്റെ വിവാഹം നടക്കണം. അവൾ സ്നേഹിച്ചിരുന്ന ആദിദേവ് അഞ്ജലിയെ താലി കെട്ടുന്നത് അവള് കാണണം. അഞ്ജലി ചിന്തിച്ചു. അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി തെളിഞ്ഞു. ഇന്നാണ് ആദിയുടെയും അഞ്ജലിയുടെയും വിവാഹ നിശ്ചയം. വാസുദേവനും സത്യഭാമയും ഓടി നടന്ന് ഉത്സാഹത്തോടെ ഓരോന്ന് ചെയ്യുന്നുണ്ട്. വിവാഹ നിശ്ചയവേദിയിൽ നിൽക്കുകയായിരുന്നു ആദി. വാസുദേവൻ അപ്പോൾ അവിടേക്ക് വന്നു. മോനെ ആദി, അഞ്ജലിയെ താഴ്ത്തും തലയിലും വെക്കാതെയാ ഞാൻ വളർത്തിയത്. നിനക്കറിയാലോ? അറിയാം അങ്കിൾ. അവളെ പൊന്നുപോലെ നോക്കിക്കോണം കേട്ടോ. അവളുടെ മുഖമൊന്ന് വാടിയാ പോലും ഞാൻ സഹിച്ചെന്ന് വരില്ല. ആ പറഞ്ഞതിൽ നേരിയ ഭീഷണിയുള്ളതുപോലെ ആദിക്ക് തോന്നി. അങ്കിൾ പേടിക്കണ്ട, ഞാൻ അവളെ പൊന്നുപോലെ നോക്കും, പോരെ? ആദി വാസുദേവന്റെ കയ്യിൽ അമർത്തി ഉറപ്പ് കൊടുക്കുന്നത് പോലെ പറഞ്ഞു. മതി മോനെ. വാസുദേവൻ കണ്ണു തുടച്ചു. അയാൾക്ക് അഞ്ജലിയോട് മറ്റാരേക്കാളും സ്നേഹമുണ്ട് എന്ന് ആദിക്ക് മനസ്സിലായി. ഉടനെ എന്തോ ഓർത്ത് വാസുദേവൻ പറഞ്ഞു. ഇപ്പോ എന്റെ പേടി അതല്ല. നീലിമ ആ ചെക്കനെയും കൊണ്ട് നാട്ടിലേക്ക് വന്നത് ആകെ കുഴപ്പമായി. അടുത്ത ബന്ധുക്കൾക്ക് പോലും ഇതൊന്നും അറിയില്ല. എല്ലാവരോടും എന്ത് പറയുമെന്ന പേടി. അങ്കിള് ടെൻഷൻ ആവണ്ട, ആരും ഒന്നും അറിയില്ല. ആദി പറഞ്ഞു. ഹാ, പിന്നെ മോനെ, ഇന്ന് നമ്മൾക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. വിശ്വ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഉടമയെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് നമ്മുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യിക്കാൻ പറ്റിയ നമ്മൾ രക്ഷപ്പെട്ടു. പുള്ളി വന്നാ ഒന്ന് പരിചയപ്പെട്ടേക്ക്. ഓക്കെ അങ്കിൾ. ആദി അത് പറഞ്ഞു തീർന്നതും അഞ്ജലിയും കൂട്ടി സത്യഭാമ അവിടേക്ക് വന്നു. അഞ്ജലി വളരെ സന്തോഷത്തിലായിരുന്നു. ആദിയുടെ കൈ അവൾ ചേർത്ത് പിടിച്ചു. ആദി, ഞാൻ ഈ നിമിഷത്തിന് എത്രമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടെന്നറിയോ? ഞാനും. ആദി പുഞ്ചിരിച്ചു. അഞ്ജലി അവന്റെ തോളിൽ ചാഞ്ഞു. വേദിയിലിരിക്കുന്ന ആദിയെയും അഞ്ജലിയെയും നോക്കിക്കൊണ്ട് നീലിമ സദസ്സിലേക്ക് വന്നു. കൂടെ അശ്വിനും ഉണ്ടായിരുന്നു. നീലിമ വരുന്നത് കണ്ട വാസുദേവൻ അവളുടെ അടുത്തേക്ക് ചെന്നു. അല്ല, നീ ഇതെന്ത് ഭാവിച്ചാ ഈ ചെക്കനെയും കൂട്ടി വന്നത്? ഇതിനെ കൊണ്ടുവരരുതെന്ന് ഞാൻ പറഞ്ഞല്ലേ? വാസുദേവൻ ശബ്ദം താഴ്ത്തി ചോദിച്ചു. പിന്നെ എന്റെ മോനെ എനിക്ക് കളഞ്ഞിട്ട് വരാൻ പറ്റുമോ? നീലിമയും വാസുദേവനും സംസാരിക്കുന്നത് കണ്ട അഞ്ജലി വേദിയിൽ നിന്നിറങ്ങി അവിടേക്ക് വന്നു. എന്താച്ചാ, എന്തുപറ്റി? ഒന്നുമില്ല, മോള് പോയി ആദിക്കൊപ്പം ഇരിക്കെ, ചടങ്ങ് നടക്കട്ടെ, വാസുദേവൻ പറഞ്ഞു. അല്പസമയത്തിനകം ആദിയും അഞ്ജലിയും പരസ്പരം മോതിരമിട്ടു. നീലിമ അപ്പോൾ തന്റെയും ആദിയുടെയും വിവാഹ നിശ്ചയ ദിവസം ഓർത്തുപോയി. അവൾക്കപ്പോൾ എന്തോ അസ്വസ്ഥത തോന്നി. അവിടെ നിന്നും പോവാനായി അവൾ എഴുന്നേറ്റു. അമ്മ, എന്തുപറ്റി? അശ്വിൻ ചോദിച്ചു. ഒന്നുമില്ല അച്ചു, അമ്മയ്ക്കേ തലവേദനിക്കുന്നു, നീലിമ പറഞ്ഞു. അമ്മ ഇവിടെ നിൽക്ക്, ഞാനിപ്പോ വരാം. നീലിമ എന്തെങ്കിലും പറയും മുൻപേ അശ്വിൻ ഓടിപ്പോയി. അവൻ എങ്ങോട്ടാ ഓടുന്നതെന്ന് മനസ്സിലാവാതെ നീലിമ നിന്നു. അശ്വിൻ അതിഥികൾക്ക് കുടിക്കാൻ വെച്ച ജ്യൂസുമായി തിരികെ വന്നു. അതവൻ അമ്മയ്ക്ക് നേരെ നീട്ടി. ഇന്നാ അമ്മ ഇത് കുടിക്ക്. അശ്വിൻ അവന്റെ കുഞ്ഞു കൈകൾ അമ്മയ്ക്ക് നേരെ നീട്ടി. നീലിമയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ അവനെ ചേർത്ത് പിടിച്ചു. സദസ്സിലെ ആ പ്രധാനപ്പെട്ട അതിഥി അപ്പോൾ അവളെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. ചടങ്ങ് തീർന്നപ്പോൾ വാസുദേവൻ വീണ്ടും നീലിമയ്ക്ക് അരികിലേക്ക് വന്നു. വാസുദേവൻ ചുറ്റും നോക്കി. ബന്ധുക്കളൊക്കെ അഞ്ജലിയെ ശ്രദ്ധിച്ചു നിൽക്കുകയായിരുന്നു. നീ ഇവിടെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നതിനാ ഞാൻ മറുപടി പറയേണ്ടി വരുന്നത്. ഞാൻ ആരെയും നാണം കെടുത്താനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. മുത്തശ്ശി പറഞ്ഞതുകൊണ്ട് മാത്രാ ചടങ്ങിന് വന്നത്. നീലിമ അശ്വിനെയും കൂട്ടി തിരികെ നടന്നു. വാസുദേവൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. അവൾ അവിടെ നിന്ന് പോയാൽ തന്റെ പദ്ധതികൾ പാളുമെന്ന് അയാൾക്ക് പേടിയുണ്ടായിരുന്നു. മോളെ, അച്ഛൻ പെട്ടെന്നുള്ള ദേഷ്യത്തില് അറിയാതെ തല്ലിയതാ. എന്തായാലും നീ വന്നതല്ലേ, ചടങ്ങ് തീരും വരെ ഇരിക്കെ. നീലിമ അത് കേട്ട് സദസ്സിൽ തന്നെ ഇരുന്നു. എന്താ അവിടെ പ്രശ്നം? ആദി ചോദിച്ചു. പ്രശ്നമൊന്നുമില്ല. ചേച്ചി ആ കൊച്ചിനെയും കൂട്ടി വന്നത് അച്ഛന് ഇഷ്ടായില്ല, അത്ര തന്നെ.
നീലിമ അശ്വിനൊപ്പം തിരികെ വീട്ടിലേക്ക് പോവാനായി എഴുന്നേറ്റു. അപ്പോഴേക്കും വാസുദേവൻ അവിടേക്ക് വന്നു. ഒപ്പം ഒരു 50 വയസ്സ് തോന്നിക്കുന്ന ആളുമുണ്ട്. നീലിമ അയാളെയും അച്ഛനെയും നോക്കി. കുറച്ചു മുന്നേ തന്നോട് മോശമായി പെരുമാറിയ ആളെ അല്ലായിരുന്നു അപ്പോൾ അച്ഛൻ. മോളെ, ഇത് സുധാകര മേനോൻ, വലിയ ബിസിനസ്മാനൊക്കെയാ. നീലിമയെ നോക്കി വാസുദേവൻ പറഞ്ഞു. മിസ്റ്റർ സുധാകരൻ, ഇത് എന്റെ മൂത്ത മോൾ നീലിമ വാസുദേവ്. അച്ഛൻ ആദ്യമായിട്ടാണ് തന്റെ പേരിനൊപ്പം വാസുദേവന് ചേർക്കുന്നത്. അതു കേട്ടപ്പോൾ തന്നെ നീലിമയ്ക്ക് എന്തോ കുഴപ്പം വരാൻ പോകുന്നത് പോലെ തോന്നി. നീലിമ സംശയത്തോടെ അച്ഛനെ നോക്കി. മിസ്റ്റർ വാസുദേവൻ, നിങ്ങൾ ഭയങ്കര ലക്കിയാണ്. 2 മക്കളും സുന്ദരികളാണല്ലോ. നീലിമയ്ക്ക് അയാളുടെ നോട്ടം കണ്ടപ്പോൾ അറപ്പ് തോന്നി. അതെ സുധാകര, ഇളയവളെ നല്ലൊരുത്തനെ ഏൽപ്പിച്ചു കഴിഞ്ഞു. ഇനി ഇവളെ കൂടി ഒരാളെ ഏൽപ്പിച്ചാൽ സമാധാനമായി. വാസുദേവൻ വളരെ സ്നേഹമുള്ള അച്ഛനെ പോലെ അഭിനയിക്കുന്നത് നീലിമ നോക്കി നിന്നു. മോളെ പരിചയപ്പെടാനാ സുധാകരൻ വന്നിരിക്കുന്നത്. വാസുദേവൻ പറഞ്ഞു. എന്നെയോ? എന്തിന്? അത് മോളെ, നിന്റെയും സുധാകരന്റെയും വിവാഹം അച്ഛൻ തീരുമാനിച്ചു. ഇത് നടക്കില്ലച്ചാ, നീലിമ തറപ്പിച്ചു പറഞ്ഞു. അശ്വിൻ നീലിമയുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു. അവനെ കണ്ട സുധാകര മേനോന്റെ ശ്രദ്ധ അങ്ങോട്ടേക്ക് മാറി. നീലിമ സുധാകരനെ നോക്കി. അങ്കിൾ, അച്ഛൻ നിങ്ങളോട് എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് നിങ്ങളെ വിവാഹം കഴിക്കാൻ സാധിക്കില്ല. എന്താ വാസുദേവ ഇത്? ഈ കുട്ടിയോട് ചോദിക്കാതെയാണോ താൻ എന്നെ ഇവിടേക്ക് വരുത്തിയത്? സുധാകരൻ ചോദിച്ചു. വാസുദേവൻ അതിനു മറുപടി പറയാതെ തല താഴ്ത്തി. നീലിമ തുടർന്നു. പിന്നെ എനിക്കൊരു മകനുണ്ട്. അത് അച്ഛൻ പറഞ്ഞിരുന്നോ? നീലിമ ചോദിച്ചു. സുധാകര മേനോൻ വാസുദേവനെ നോക്കി. എന്തൊക്കെയാണോ ഈ കേൾക്കുന്നത്? താൻ എന്നോട് എന്തും പറഞ്ഞ് ഇങ്ങോട്ട് വിളിപ്പിച്ചത്? സുധാകര മേനോൻ ചോദിച്ചു. എടോ, അത് പിന്നെ... ആ മതി, ഞാൻ ഇറങ്ങുക. താൻ എന്നെ വിളിച്ചു വരുത്തി മോളുടെ വാലിരിക്കുന്ന മുഴുവൻ കേൾപ്പിച്ചല്ലോ, അത് തന്നെ ധാരാളം. സുധാകരൻ ഇറങ്ങിപ്പോകാൻ തുനിഞ്ഞു. അയ്യോ സുധാകര, നിക്ക്, താൻ പിണങ്ങാതെ. ഞാനല്ലേ തന്നോട് വാക്കു പറഞ്ഞത്? എന്റെ മൂത്തമോൾ തനിക്കുള്ളതാടോ. എത്രയും പെട്ടെന്ന് താനുമായി അവളുടെ വിവാഹം നടക്കും, പോരെ? ഞാനല്ലേ പറയുന്നേ, വാസുദേവൻ പറഞ്ഞു. പെട്ടെന്ന് സദസ്സിന്റെ പിറകിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. എന്നാൽ അതൊന്ന് കാണുമല്ലോ മിസ്റ്റർ വാസുദേവൻ. അത് കേട്ട് അഞ്ജലിയും ആദ്യം ഉൾപ്പെടെ എല്ലാവരുടെയും ശ്രദ്ധ ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് മാറി. അവനെ അവിടെ കണ്ട് നീലിമ അമ്പരന്നു. ഈ കുരിശ് ഞാൻ പോകുന്ന എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ, നീലിമ മനസ്സിൽ പറഞ്ഞു. അപ്പോൾ സിദ്ധാർത്ഥനെ കണ്ട അശ്വിൻ ഡാഡി എന്നും വിളിച്ച് അയാളുടെ അരികിലേക്ക് ഓടി. വാസുദേവൻ ആകെ അമ്പരന്ന് നിൽക്കുകയാണ്. സിദ്ധാർത്ഥ് വിശ്വ ഗ്രൂപ്പിന്റെ അവകാശിയാണെന്ന് വാസുദേവൻ അറിയാമായിരുന്നു. പ്രധാനപ്പെട്ട അതിഥിയായി അവനെ അയാളാണ് ക്ഷണിച്ചത്. പക്ഷേ സിദ്ധാർത്ഥ് എത്തിയത് ഈ തിരക്കിനും വഴക്കുകൾക്കുമിടയിൽ അയാൾ അറിഞ്ഞില്ല. എന്റെ പെണ്ണിനെ വേറൊരു ചെറുക്കൻ അന്വേഷിക്കാൻ നീയൊക്കെ ആരാ? അവന്റെ ഉറച്ച ശബ്ദം കേട്ട് ആർക്കും ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അവന്റെ നോട്ടം കണ്ടപ്പോൾ ആദിക്ക് ചെറിയ പേടി തോന്നി. ഞങ്ങൾ ഇടപെട്ടിട്ടില്ല, ആദി പറഞ്ഞു. നീലിമയ്ക്ക് ആദിയുടെ പേടി കണ്ട് ഉള്ളിൽ ചിരി പൊട്ടി. സ്വന്തം മോളെ നിങ്ങളുടെ അത്ര തന്നെ പ്രായമുള്ള ഒരാളെ കൊണ്ട് കെട്ടിക്കാൻ നോക്കാൻ നാണുല്ലേ വാസുദേവൻ? അല്ല, നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ഒറ്റയ്ക്ക് വരണ്ടെന്ന്. ഒന്നിച്ച് വന്നാ പോരായിരുന്നോ? ഒരു കാര്യവും പറഞ്ഞ അനുസരിക്കരുത് കേട്ടോ. സിദ്ധാർത്ഥ് നീലിമയെ നോക്കി പറഞ്ഞു. നീലിമ, സിദ്ധാർത്ഥ വിശ്വനാഥാണോ ഇവന്റെ അച്ഛൻ? നീലിമ മറുപടി പറഞ്ഞില്ല. അപ്പോ ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായിട്ടില്ലേ നിങ്ങൾക്ക്? ഇത് എന്റെ മകനാണ്. സിദ്ധാർത്ഥ് അശ്വിനെ ചേർത്ത് പിടിച്ചു പറഞ്ഞു. അഞ്ജലിയും ആദ്യം ഒഴികെയുള്ള എല്ലാവരും അപ്പോഴും അമ്പരപ്പ് മാറാതെ നിൽക്കുകയായിരുന്നു. സോറി സാർ, സാറിന്റെ ഭാര്യയാണ് നീലിമയെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇത്രയും പറഞ്ഞിട്ട് സുധാകര മേനോൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. സിദ്ധാർത്ഥ് നീലിമയെ നോക്കി. ചടങ്ങ് കഴിഞ്ഞില്ലേ, വാ പോവാം. അവൻ നീലിമയുടെ കൈ പിടിച്ചുകൊണ്ട് അവളെ ഹോളിന്റെ ഒരു വശത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, എന്താ മാഡം, പേടിച്ചുപോയോ? അന്ന് എന്നോട് കാണിച്ച ധൈര്യവും അഹങ്കാരവും ഒന്നും ഇപ്പൊ കാണുന്നില്ലല്ലോ. പിന്നെ പേടിക്കാൻ ഇയാൾ ആരാ? അല്ല അതുപോട്ടെ, താൻ എന്തിനാ എന്നെ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നേ? നീലിമ ചോദിച്ചു. ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്തതല്ല, ദേ ഈ കുഞ്ഞിന് വേണ്ടി ഇടപെട്ടത്. ഓ, വലിയ ഉപകാരം സർ. ഇത്രയായിട്ടും അഹങ്കാരത്തിന് ഒരു കുറവുമില്ലല്ലേ? അതൊക്കെ പോട്ടെ, അന്ന് ടാക്സി ചാർജൊക്കെ എറിഞ്ഞിട്ടല്ല പോയത്. ഇന്നത്തെ ഹെൽപ്പിന് എനിക്ക് എത്രയാ തരാൻ പോകുന്നത്?
സിദ്ധാർത്ഥ അവളോട് കൂടുതൽ ചേർന്ന് നിന്നുകൊണ്ടാണ് അത് ചോദിച്ചത്. നീലിമ ആകെ വല്ലാതെയായി. അവൾ അവന്റെ അരികിൽ നിന്നും അല്പം മാറി നിൽക്കാൻ ശ്രമിച്ചു. അവൾ അശ്വിനെയും കൂട്ടി ഒഴിഞ്ഞൊരു കസേരയിൽ ചെന്നിരുന്നു. ചേച്ചിക്ക് ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുന്നുണ്ടാവും അല്ലേ? അഞ്ജലി ചോദിച്ചത് കേട്ട് നീലിമ തിരിഞ്ഞു നോക്കി. അഞ്ജലി അങ്ങോട്ട് വന്നത് അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. നീ എന്തിനാ ഇങ്ങനെ എന്റെ പിന്നാലെ നടക്കുന്നേ? ഒരു തരത്തിലും സ്വസ്ഥത തരില്ലേ? ചേച്ചി എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഓ, വലിയ പണക്കാരൻ കൂടെ ഉള്ളത് കൊണ്ടാവും അല്ലേ? ദേ, നീ നിന്റെ കാര്യം നോക്ക്, എന്റെ കാര്യത്തിൽ ഇടപെടണ്ട. ചേച്ചിയുടെ മനസ്സിൽ ഇപ്പോഴാദ്യം ഉണ്ടോ? അഞ്ജലി ചോദിച്ചു. അശ്വിൻ അത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ നീലിമ മറുപടി പറഞ്ഞില്ല. അഞ്ജലി നീലിമയുടെ അരികിലിരുന്നു. എന്നിട്ട് പറഞ്ഞു, ചേച്ചി, ചെറുപ്പം മുതലേ ചേച്ചിക്കെല്ലാം ബെസ്റ്റാ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ആദ്യമായാലും ദേ ഇപ്പോ അയാളായാലും. ആ ഒരു കാര്യത്തിൽ എനിക്ക് നിന്നോട് നല്ല അസൂയുണ്ട്. നീലിമ മിണ്ടിയില്ല. ചേച്ചി എന്താ ഒന്നും പറയാത്തത്? പഴയ കാര്യങ്ങൾ ഓർമ്മ വന്നപ്പോൾ നീലിമ അസ്വസ്ഥയായി. നിനക്കിപ്പോ എന്താ വേണ്ടത്? അവൾ ചോദിച്ചു. എനിക്കൊന്നും വേണ്ട. ചേച്ചി ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന കണ്ടാ മതി. മതി, നിർത്ത്. എന്താ നിനക്കിപ്പോ പ്രശ്നം? നീലിമ ചോദിച്ചു. പ്രശ്നം ചേച്ചിക്കല്ലേ? എന്നോട് എന്തിനാ എപ്പോഴും ചൂടാവുന്നേ? ആദ്യമായി ഞാൻ അടുത്തതാണോ പ്രശ്നം? അവൻ ഭയങ്കര ഡിപ്രഷനിലായിരുന്നു. ചേച്ചി അവനെ ചതിച്ചപ്പോ ഞാൻ കൂടെ നിന്നതുകൊണ്ട് മാത്രം അവൻ എന്നെ സ്നേഹിച്ചത്. അവൾ എന്തിനാണ് പഴയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നതെന്ന് നീലിമയ്ക്ക് മനസ്സിലായില്ല. അതിന് ഞാനിപ്പോ എന്ത് വേണം? നീലിമ ചോദിച്ചു. നീ അധികം നെഗളിക്കണ്ട ചേച്ചി. നിന്റെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ അറിഞ്ഞാ ആ സിദ്ധാർത്ഥ നിന്നെ തിരിഞ്ഞു നോക്കുന്നു തോന്നുന്നുണ്ടോ? നീലിമ ഒരു നിമിഷം വല്ലാതെയായി. കാരണം അശ്വിൻ ഇതെല്ലാം കേട്ട് അമ്പരന്ന് നിൽക്കുകയാണ്. ചെറിയ കുട്ടി ആയിരുന്നാലും അശ്വിൻ കാര്യങ്ങൾ മനസ്സിലാക്കുമെന്ന് നീലിമ ഭയന്നു. ഒന്ന് നിർത്തുന്നുണ്ടോ? നീലിമ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. അത് മനസ്സിലാക്കി അഞ്ജലി ചോദിച്ചു. ചേച്ചി ഇപ്പോഴും ആദ്യം സ്നേഹിക്കുന്നുണ്ടല്ലേ? മതി, നിർത്ത്. എത്ര ഷൗട്ട് ചെയ്താലും ചേച്ചിയുടെ മനസ്സിൽ ഇപ്പോഴും ആദ്യം ഉണ്ടെന്ന് എനിക്കറിയാം. അവനെ ചേച്ചിക്ക് മറക്കാൻ കഴിയില്ല. ജസ്റ്റ് ഗെറ്റ് ലോസ്റ്റ്. നീലിമ നിയന്ത്രണം വിട്ട് ഒച്ച വെച്ചു. പെട്ടെന്ന് അഞ്ജലി നിലത്തേക്ക് വീണു. പുറമേ നിന്ന് കാണുന്നവർ അവളെ നീലിമ തള്ളിയിട്ടതാണെന്ന് തെറ്റിദ്ധരിക്കാൻ വേണ്ടിയാണ് അവൾ അങ്ങനെ ചെയ്തത്. നീലിമ അമ്പരന്ന് പോയി. അപ്പോഴാണ് അഞ്ജലിയുടെ പ്ലാൻ അവൾക്ക് മനസ്സിലായത്. എന്തിനാ ചേച്ചി എന്നിങ്ങനെ ദ്രോഹിക്കുന്നെ? ഞാൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്ത്? നീ ചതച്ചപ്പോൾ ആദ്യയുടെ കൂടെ നിന്നതാണോ ഞാൻ ചെയ്ത തെറ്റ്? അഞ്ജലി നിലത്ത് നിന്ന് എഴുന്നേൽക്കാതെ ചോദിച്ചു. നീലിമ വല്ലാതെയായി. സദസ്സിലിരിക്കുന്ന എല്ലാവരും അഞ്ജലി പറഞ്ഞത് കേട്ടിരുന്നു. എല്ലാവരും കേൾക്കാൻ വേണ്ടി തന്നെയാണ് അവൾ അത്രയും ഉറക്കെ സംസാരിച്ചതും. നീലിമ അമ്പരന്ന് നിൽക്കെ ആദിയും വാസുദേവനും അവിടേക്ക് ഓടി വന്നു. അയ്യോ അഞ്ജലി, എന്തു പറ്റി? ആദി ഓടി വന്ന് അവളെ പിടിച്ചു. നീലിമയ്ക്ക് അവനോട് പുച്ഛം തോന്നി. മോളെ, എന്താ ഉണ്ടായേ? വാസുദേവൻ അഞ്ജലി എഴുന്നേൽപ്പിച്ചുകൊണ്ട് ചോദിച്ചു. ചേച്ചി തള്ളിയിട്ടതാ അച്ഛ. അഞ്ജലി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എടി ഒരുമ്പെട്ടവളെ, ഏത് നശിച്ച നേരത്താണോ എന്തോ നിന്നെ തിരികെ വിളിക്കാൻ തോന്നിയത്. ഉടനെ അശ്വിൻ പറഞ്ഞു. ഈ ആന്റി കള്ളം പറയുന്നതാ, എന്റെ അമ്മ ഒന്നും ചെയ്തിട്ടില്ല. നീലിമയ്ക്ക് അത് കേട്ട് കുഞ്ഞിനെ ഒന്ന് എടുത്ത് ഉമ്മ വെക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ കണ്ണുകളിൽ ഇരുട്ട് കയറുന്നത് പോലെ അവൾക്ക് തോന്നി. അപ്പോഴേക്കും സിദ്ധാർത്ഥ അവിടെ എത്തി. അവൻ അശ്വിനെ ചേർത്ത് പിടിച്ചിട്ട് അഞ്ജലിയെ രൂക്ഷമായി നോക്കി. അഞ്ജലിക്ക് അവന്റെ നോട്ടം കണ്ടപ്പോൾ പേടി തോന്നി. അഞ്ജലി അവനോട് പറഞ്ഞു. സർ, എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്റെ ഫിയാൻസി ആദ്യം ചേച്ചിയും കുഞ്ഞിലെ മുതൽ ഒന്നിച്ചാ വളർന്നത്. അതിന് ചില കാര്യങ്ങൾ സംസാരിക്കുമായിരുന്നു, അല്ലാതെ വഴക്കൊന്നുമല്ല. അതേപ്പറ്റി എന്ത് സംസാരിച്ചു എന്നാ പറയുന്നത്? സിദ്ധാർത്ഥ ചോദിച്ചു. അത് ചേച്ചിയും ആദ്യം സ്നേഹത്തിലായിരുന്നു. അവരുടെ വിവാഹമൊക്കെ തീരുമാനിച്ചിരുന്നതാ. ഇപ്പോഴും ചേച്ചിക്ക് ആദ്യം ഇഷ്ടമാണ്. അതുകൊണ്ട് എന്നോട് വെറുപ്പാ. അതാ സത്യം. അഞ്ജലി വളരെ ഭംഗിയായ ഒരു കള്ളം പറഞ്ഞു. ഇവനാണോ ആദ്യം? കൊള്ളാം. എന്തായാലും ഇവളുടെ പഴയ ചോയ്സ് തീരെ പോരാ. ഇത് കേട്ട് ആകെ ചമ്മിപ്പോയ അഞ്ജലിയെ നോക്കി അവൻ തുടർന്നു. എന്തായാലും ആദ്യ കൃത്യമായി ലോ ലെവലിൽ തന്നെ എത്തിയല്ലോ. ഇപ്പോഴാ ശരിക്കും മെയ്ഡ് ഫോർ ഈച്ച് അതർ ആയത്. സിദ്ധാർത്ഥ് വീണ്ടും ചിരിച്ചു. അഞ്ജലിയും ആദ്യവും നാണിച്ചു തല താഴ്ത്തി. സിദ്ധാർത്ഥ് അത്ര നന്നായി സംസാരിക്കുന്ന ഒരാളാണെന്ന് അവർക്കറിയില്ലായിരുന്നു. സിദ്ധാർത്ഥ് ശബ്ദം താഴ്ത്തി ആദ്യയും അഞ്ജലിയും നോക്കി പറഞ്ഞു. തമാശ വിട്ടിട്ട്
ഇനി ഞാനൊരു കാര്യം പറയാം. എപ്പോഴും ഞാൻ ഒരുപോലെ ക്ഷമിച്ചെന്ന് വരില്ല. കുടുംബം അടക്കമില്ലാതാക്കി കളയുന്ന. ഇത് പറയുമ്പോൾ സിദ്ധാർത്ഥിന്റെ മുഖം ദേഷ്യത്തിൽ ചുവന്നിരുന്നു. അപ്പോഴേക്കും നീലിമയ്ക്ക് തല കറങ്ങാൻ തുടങ്ങി. പെട്ടെന്ന് സിദ്ധാർത്ഥിന്റെ കൈകളിലേക്ക് അവൾ കുഴഞ്ഞു വീണു. ചുറ്റുമുള്ളവർ ഓടിവന്ന് അവളെ താങ്ങിയെടുത്തു. കണ്ണു തുറക്കുമ്പോൾ ഹോസ്പിറ്റലിലായിരുന്നു നീലിമ. ഹാ, നീ എണീറ്റോ? വാസുദേവൻ ചോദിച്ചു. നീലിമ അതിനു മറുപടി പറയാതെ വീണ്ടും അശ്വിനെ വിളിച്ചു. മോനെ അച്ചു. വിളിക്കണ്ട, അവനിവിടെ ഇല്ല. അഞ്ജലിക്കൊപ്പം വീട്ടിലേക്ക് പോയി. വാസുദേവൻ പറഞ്ഞു. എന്തിനാ അവളുടെ കൂടെ എന്റെ മോനെ പറഞ്ഞു വിട്ടത്? നിനക്ക് ബോധം വരുന്നവരെ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ നിർത്തേണ്ട കാര്യം എന്താ? അച്ഛന് പെട്ടെന്ന് അശ്വിനോട് എന്തെത്ര സ്നേഹമെന്ന് നീലിമ ആലോചിച്ചു. അയാൾ തുടർന്നു. അവനിങ്ങ് വന്നോളൂ. അല്ല, നീയും സിദ്ധാർത്ഥ വിശ്വയുമായി എന്താ ശരിക്കും ബന്ധം? ഇത് കേട്ടപ്പോൾ അച്ഛൻ എന്തിനാണ് സ്നേഹം നടിച്ചുകൊണ്ട് തന്റെ അരികിലിരിക്കുന്നതെന്ന് നീലിമയ്ക്ക് മനസ്സിലായി. അശ്വിനെ അവർ എന്തു ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. സിദ്ധാർത്ഥിനോട് ഇത്തരം കാര്യങ്ങൾ പറയാനുള്ള അടുപ്പവും തനിക്കില്ല. എന്നാ ഈ അവസ്ഥയിൽ പറയാതിരിക്കാനും വയ്യ. അശ്വിൻ ഇപ്പോ തന്നെ അമ്മയെ കാണാതെ പേടിച്ച് കരഞ്ഞു തുടങ്ങിക്കാണും. അവൾ ചിന്തിച്ചു. എന്തായാലും സിദ്ധാർത്ഥിനെ ചെന്ന് കാണാൻ തന്നെ നീലിമ തീരുമാനിച്ചു. ഗൂഗിളിൽ തിരഞ്ഞ് അവൾ വിശ്വ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഹെഡ് ഓഫീസ് കണ്ടുപിടിച്ചു. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി നേരെ അവൾ അവിടേക്ക് ചെന്നു. എനിക്ക് മിസ്റ്റർ സിദ്ധാർത്ഥ വിശ്വനാഥനൊന്ന് കാണുമായിരുന്നു, നീലിമ പറഞ്ഞു. അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോ? റിസപ്ഷനിസ്റ്റ് ചോദിച്ചു. ഇല്ല, അത്യാവശ്യമാണ്, ഒന്ന് കണ്ടേ പറ്റൂ. നോക്കൂ മാഡം, അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ എനിക്ക് നിങ്ങൾ അകത്തേക്ക് വിടാൻ പറ്റില്ല. സോറി. വൈകുന്നേരം വരെ അവൾക്ക് ആ ഇരിപ്പ് തുടരേണ്ടി വന്നു. സിദ്ധാർത്ഥ ഓഫീസിൽ നിന്നിറങ്ങി വരുന്നത് കണ്ടപ്പോൾ നീലിമ അവന്റെ അരികിലേക്ക് നടന്നു. പക്ഷേ അവൻ നീലിമയെ ശ്രദ്ധിച്ചില്ല. അവൾ അടുത്ത് ചെന്നപ്പോഴേക്കും സിദ്ധാർത്ഥ് മറ്റൊരു വഴിയിലൂടെ കാറിലേക്ക് കയറിയിരുന്നു. അശ്വിന്റെ മുഖം ഓർത്തപ്പോൾ നീലിമ മറ്റൊന്നും ചിന്തിക്കാതെ സിദ്ധാർത്ഥിന്റെ കാറിന് മുന്നിലേക്ക് ചാടി. ഡ്രൈവർ പെട്ടെന്ന് വണ്ടി ചവിട്ടി നിർത്തി. അയാൾ പറഞ്ഞു. മാഡം, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? എനിക്ക് സാറിനൊന്ന് കാണണം, അവൾ പറഞ്ഞു. അവളുടെ മുഖം കണ്ടപ്പോൾ തന്നെ എന്തോ അത്യാവശ്യ കാര്യമാണെന്ന് ഡ്രൈവർക്ക് മനസ്സിലായി. പക്ഷേ സിദ്ധാർത്ഥിനോട് ചോദിച്ചാൽ അയാൾ വഴക്ക് പറയും എന്നുറപ്പാണ്. മാഡം, സാറ് കുറച്ച് തിരക്കിലാണ്, നിങ്ങൾ പിന്നെ വരൂ. അയ്യോ, അത് പറ്റില്ല, വളരെ അത്യാവശ്യമാണ്, സാറിനോടൊന്ന് പറയാമോ? ഇത് കേട്ട് ഡ്രൈവർ സിദ്ധാർത്ഥിനെ നോക്കി. ഒന്നും കേൾക്കാത്ത ഭാവത്തിൽ ഇരിക്കുകയാണ് സിദ്ധാർത്ഥ്. ഡ്രൈവർ അവനോട് കാര്യം പറഞ്ഞു. ഞാനിപ്പോ തിരക്കിലാണെന്ന് പറ, അവൻ പറഞ്ഞു. ഡ്രൈവർ തല പുറത്തേക്ക് നീട്ടിയിട്ട് അത് അവളോടും പറഞ്ഞു. അവൾ സിദ്ധാർത്ഥിനെ കാണാതെ പോകില്ലെന്ന് മനസ്സിലായപ്പോൾ ഡ്രൈവർ നിസ്സഹായനായി പിൻ സീറ്റിലേക്ക് നോക്കി. അവളോട് കാറിനുള്ളിൽ കയറാൻ പറ, സിദ്ധാർത്ഥ് പറഞ്ഞു. ഇത് കേട്ട് ഡ്രൈവർ പുറത്തിറങ്ങി ചെന്ന് നീലിമയോട് പറഞ്ഞു. കാറിലേക്ക് കയറാൻ പറഞ്ഞു. അദ്ദേഹത്തിന് മനസ്സ് മാറുന്നതിന് മുമ്പ് വേഗം കാര്യം പറഞ്ഞിട്ട് പോകും മാഡം, എനിക്കൊരു സഹായം വേണം, അവൾ ഗദ്ഗദത്തോടെ പറഞ്ഞു. ഇത് കേട്ട് സിദ്ധാർത്ഥ് പൊട്ടിച്ചിരിച്ചു. നിനക്ക് സഹായമോ? കൊള്ളാമല്ലോ, ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ മുൻപ് കണ്ടപ്പോ പറഞ്ഞത്. സോറി സർ, സഹായം ചോദിച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് വരാൻ പാടില്ലായിരുന്നു. അവൾ പുറത്തിറങ്ങി ഡോർ അടച്ചു. പെട്ടെന്ന് വെയിലിലേക്ക് ഇറങ്ങിയതുകൊണ്ട് അവൾക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. അവൾ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. വീട്ടിലല്ലാതെ അച്ഛൻ മറ്റെവിടെയും അശ്വിനെ പാർപ്പിക്കാൻ സാധ്യതയില്ല എന്നവൾക്ക് തോന്നി. CCTV ദൃശ്യങ്ങളിൽ പെടാതെ നീലിമ അകത്ത് കടന്നു. അപ്പോഴാണ് അഞ്ജലിയും ആദിയും അങ്ങോട്ട് വരുന്നത് അവൾ കണ്ടത്. അവർ രണ്ടുപേരും അശ്വിനെ കാണാനായി പോകുകയാണെന്ന് മനസ്സിലാക്കിയ നീലിമ അവർക്കൊപ്പം പോകുവാൻ തീരുമാനിച്ചു. അശ്വിനെ ഒളിപ്പിച്ച സ്ഥലം കണ്ടുപിടിക്കാൻ അതേയുള്ളൂ ഇനിയൊരു മാർഗം. അഞ്ജലിയും ആദിയും ഉടനെ വീട്ടിൽ നിന്നിറങ്ങി. പിന്നാലെ അവർ കാണാതെ നീലിമയും. ആദിയുടെ കാർ ഒരു സ്റ്റാർ ഹോട്ടലിലേക്ക് കയറി പോകുന്നത് ഓട്ടോയിലിരുന്ന നീലിമ കണ്ടു. അവൾ അവർക്ക് പിന്നാലെ ചെന്നു. അപ്പോഴേക്കും അഞ്ജലിയും ആദിയും ഹോട്ടലിന്റെ അകത്തേക്ക് കയറിയിരുന്നു. നീലിമ അവരുടെ പിറകെ പോവാൻ ശ്രമിച്ചപ്പോൾ റിസപ്ഷനിസ്റ്റ് അവളെ തടഞ്ഞു. ഞാൻ ഒരാൾ കാണാൻ വന്നതാണ്, നീലിമ പറഞ്ഞു. എന്നാ ആളുടെ പേര് പറയൂ. റിസപ്ഷനിസ്റ്റ് വിടാനുള്ള ഭാവമില്ല. പെട്ടെന്ന് അവൾക്കൊരു ബുദ്ധി തോന്നി. നീലിമ എഴുന്നേറ്റ് നേരെ ചെന്ന് റിസപ്ഷനിസ്റ്റിനെ കണ്ടു. ഹലോ, ഞാൻ വന്നത് ഒരു ജോലിക്കാരെ സംസാരിക്കാൻ നിങ്ങളുടെ സൂപ്പർവൈസറെ കാണാനാണ്, നീലിമ പറഞ്ഞു. റിസപ്ഷനിസ്റ്റ് അത് വിശ്വസിച്ചു. അവർ വിളിച്ചു പറഞ്ഞപ്പോൾ സൂപ്പർവൈസർ നീലിമയെ അകത്തേക്ക് വിളിപ്പിച്ചു.
അവൾ ആകാംക്ഷയോടെ അകത്തേക്ക് നടന്നു. കുട്ടി, നിനക്ക് പറ്റിയ ജോലിയല്ല ഇത്, സൂപ്പർവൈസർ നീലിമയോട് പറഞ്ഞു. എനിക്ക് പറ്റും സർ, ട്രസ്റ്റ് മീ, നീലിമ പറഞ്ഞു. അവളുടെ മുഖം ക്ഷീണം കൊണ്ട് വിളറിയിരുന്നു. അയാൾക്ക് അവളോട് സഹതാപം തോന്നി. പക്ഷേ അവളുടെ വേഷം കണ്ടാൽ വെയിറ്റർ ജോലി അന്വേഷിച്ചു വന്ന ഒരാളായി തോന്നുന്നില്ലായിരുന്നു. എങ്കിലും സൂപ്പർവൈസർ അവളോട് പറ്റില്ലെന്ന് പറഞ്ഞില്ല. ശരി, എങ്കിലൊരു കാര്യം ചെയ്യൂ, കുട്ടി നാളെ മുതൽ ജോലിക്ക് വന്നോളൂ, നമുക്ക് നോക്കാം. എനിക്ക് ഈ ഹോട്ടലൊന്ന് ചുറ്റിക്കണ്ടാ കൊള്ളാവുന്നുണ്ട്, നീലിമ ചോദിച്ചു. അശ്വിൻ ഏതു മുറിയിലാണെന്നറിയാൻ ഹോട്ടൽ മൊത്തം തിരഞ്ഞു പറ്റൂ എന്നവൾക്ക് അറിയാമായിരുന്നു. സൂപ്പർവൈസർ അത് കേട്ട് എന്തോ ആലോചിച്ചു നിന്നു. ചോദിച്ചത് അബദ്ധമായി പോയെന്ന് നീലിമയ്ക്ക് തോന്നി. അത് പിന്നെ സർ, എല്ലാം ഒന്ന് ചുറ്റിക്കണ്ട നാളെ ജോലിക്ക് കയറുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമാവും, അതുകൊണ്ടാ, നീലിമ പറഞ്ഞു. ജോലിയോടുള്ള അവളുടെ ആത്മാർത്ഥത കണ്ട് സൂപ്പർവൈസർക്ക് സന്തോഷം തോന്നി. ഹോട്ടലിലെ ജോലിക്കാരിയായ മറ്റൊരു പെൺകുട്ടിയെ അരികിലേക്ക് വിളിച്ച് അയാൾ നീലിമയെ പരിചയപ്പെടുത്തി. സാന്ദ്ര, ഇത് നീലിമ, പുതിയതായി ജോലിക്ക് വന്നതാണ്, കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക്, സൂപ്പർവൈസർ പറഞ്ഞു. ഓക്കെ സർ, സാന്ദ്ര പറഞ്ഞു. നീലിമയെ നോക്കി സാന്ദ്ര ചിരിച്ചു. സാന്ദ്രയുടെ ഒപ്പം നീലിമ കയറിപ്പോകുന്നത് സിദ്ധാർത്ഥ് കണ്ടിരുന്നു. അവൾ തന്നെ കാണാനും വീണ്ടും എന്തെങ്കിലും സഹായം ചോദിക്കാനും വേണ്ടിയാകും അവിടേക്ക് വന്നതെന്ന് അവൻ ചിന്തിച്ചു. അതെ, CCTV ഒക്കെയുള്ള കൺട്രോൾ റൂം എവിടെയാ? നീലിമ പെട്ടെന്ന് ചോദിച്ചു. എന്തിനാ കുട്ടിക്ക് അത്? അല്ലടോ, ഇപ്പോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അവിടെയല്ലേ എല്ലാവരും പോകുന്നേ, അപ്പോ അതല്ല ആദ്യം കാണേണ്ടത്, നീലിമ ചോദിച്ചു. സംശയത്തോടെ അവളെ ഒന്ന് നോക്കിയെങ്കിലും സാന്ദ്ര കൺട്രോൾ റൂം എവിടെയാണെന്ന് അവൾക്ക് പറഞ്ഞുകൊടുത്തു. അവിടെ ഒരു മുറിക്ക് മുന്നിൽ മാത്രം 2 ബോഡിഗാർഡ് കാവൽ നിൽക്കുന്നതായി അവൾ കണ്ടു. ഉറപ്പായും അശ്വിൻ അതിലുണ്ടാവും. ആ മുറിയിൽ കയറാൻ എന്താ വഴി? നീലിമ ചിന്തിച്ചു. അപ്പോഴാണ് ഒരു വെയിറ്റർ ട്രോളിയുമായി ആ മുറിയിലേക്ക് പോകാൻ ഭാവിക്കുന്നത് അവൾ കണ്ടത്. അവൾ അയാളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. എന്നിട്ട് പറഞ്ഞു, ചേട്ടാ, ഞാൻ ന്യൂ ജോയിനിയാണ്, നിങ്ങൾ വളരെ ക്ഷീണിച്ചല്ലോ, ഇത്തിരി നേരം റെസ്റ്റ് എടുത്തോളൂ, ഇത് ഞാൻ കൊണ്ടുകൊടുക്കാം, നീലിമ പറഞ്ഞു. അത് കേട്ട് അയാൾ അവളെ ഒന്ന് നോക്കി. അവളുടെ വെയിറ്റർ വേഷം കണ്ടപ്പോൾ അയാൾ മറുത്തു പറഞ്ഞില്ല. അവൾ ഉടനെ ആഹാരം നിറച്ച ട്രോളിയും തള്ളിക്കൊണ്ട് ബോഡി ഗാർഡ്സിന് അരികിലേക്ക് നടന്നു. ചെക്കിങ്ങിന് ശേഷം അവൾ മുറിയിലേക്ക് കയറി. മുറിയിൽ വെളിച്ചമില്ലായിരുന്നു. നീലിമ ചെന്ന് ലൈറ്റ് ഇട്ടു. അവിടെയെല്ലാം തിരഞ്ഞിട്ടും അവൾക്ക് മകനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇവരെവിടെയാണോ എന്റെ കുഞ്ഞിനെ ഒളിപ്പിച്ചിരിക്കുന്നത്? നീലിമ ചിന്തിച്ചു. എല്ലായിടത്തും ഒന്നുകൂടെ തിരഞ്ഞ ശേഷം നിരാശയോടെ നീലിമ അവിടെ നിന്നും മടങ്ങാൻ ശ്രമിച്ചു. അപ്പോഴാണ് കുളിമുറിയിൽ നിന്നും ആരോ കുളിക്കുന്ന ശബ്ദം അവൾ കേട്ടത്. ഉള്ളിൽ ഒരു പുരുഷനാണെന്ന് അവൾക്ക് മനസ്സിലായി. അയാൾ തന്നെ കാണുന്നതിന് മുൻപ് പുറത്തിറങ്ങാൻ അവൾ ശ്രമിച്ചു. പക്ഷേ പെട്ടെന്ന് അവളുടെ കൈ തട്ടി മേശപ്പുറത്തിരുന്ന ഫ്ലവർ വേസ് നിലത്ത് വീണുടഞ്ഞു. കുളിച്ചുകൊണ്ടിരുന്ന സിദ്ധാർത്ഥ് ഈ ശബ്ദം കേട്ട് ടവലെടുത്ത് പുതച്ച് പുറത്തേക്ക് ഇറങ്ങി വന്നു. സിദ്ധാർത്ഥിനെ കണ്ട് നീലിമ അമ്പരന്ന് പോയി. എന്റെ ദേവി, പിന്നെ ഞാൻ ഈ കാലന്റെ കയ്യിലാണല്ലോ വന്ന് പെട്ടത്, നീലിമ മനസ്സിൽ പറഞ്ഞു. നിലത്ത് വീണ് കിടക്കുന്ന നീലിമയെ സിദ്ധാർത്ഥ് കണ്ടു. അവൾ തന്നെ തേടി ആ മുറിയിലേക്ക് വന്നത് സിദ്ധാർത്ഥിന് തീരെ ഇഷ്ടമായില്ല. അവൻ അവളെ രൂക്ഷമായി നോക്കി. പോക്കറ്റ് FM ഓഡിയോ സീരീസായ പ്രേമം കേൾക്കൂ. ഡൗൺലോഡ് ദ ആപ്പ് നൗ.